ലിവർപൂളിന്റെ മാനേജറായ ആർനെ സ്ലോട്ടിനെ അവര് പുറത്താക്കി. 9 വർഷത്തിന് ശേഷം ക്ലോപ്പ് ക്ലബ്ബ് വിട്ടപ്പോഴാണ് ഫെയ്നൂദിൽ നിന്ന് സ്ലോട്ട് ലിവർപൂളിന്റെ മാനേജറായിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ തുടക്കം അത് കിടിലൻ തന്നെയായിരുന്നു. വന്ന ആദ്യ സീസൺ തന്നെ പ്രീമിയർ ലീഗ് കിരീടം നേടി ചരിത്രം കുറിച്ചു. അതോടെ ലിവർപൂളിന് 20ാമത്തെ പ്രീമിയർ ലീഗ് കിരീടം കൂടി കിട്ടി. പ്രീമിയർ ലീഗ് കിരീടം സ്വന്താക്കണ ആദ്യത്തെ ഡച്ച് മാനേജറാണ് സ്ലോട്ട്. അതുപോലെ തന്നെ ആ വർഷത്തെ LMA മാനേജർ ഓഫ് ദി ഇയർ അവാർഡും അദ്ദേഹത്തിന് കിട്ടി. ഫസ്റ്റ് സീസൺ എന്തുകൊണ്ടും അടിപൊളി തന്നെയായിരുന്നു. പക്ഷേ സെക്കൻഡ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ പ്രധാന കളിക്കാരനായ ജോട്ടയുടെ വിയോഗം അത് ടീമിനെ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല പൈസ കൊടുക്കുന്ന അലക്സാണ്ടർ ഇസാക്കും ഫ്ലോറിയാൻ വിഡ്സും അവർക്കൊന്നും വേണ്ട പോലെ തിളങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഈ സീസണിൽ പ്രീമിയർ ലീഗില് ലിവർപൂൾ 5ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. പിന്നെ ഡ്രസ്സിംഗ് റൂമിലെ പ്രശ്നങ്ങളും അദ്ദേഹം കളിയിലെ ശൈലിയിൽ വരുത്തിയ മാറ്റങ്ങൾ വർക്കാവാതായപ്പോ ഫാൻസിനും മാനേജ്മെന്റിനും പ്ലേയേഴ്സിനൊന്നും അതിലൊന്നും അവർ തൃപ്തരല്ലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവസാനം അദ്ദേഹത്തെ ലിവർപൂൾ പുറത്താക്കി.